ലങ്സ് കപ്പാസിറ്റി കൂടുവാൻ വേണ്ടി കുറച്ച് ബ്രീത്തിങ് ടെസ്റ്റാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഹലേഷൻ ടെസ്റ്റ്. ഈ ഇൻഹലേഷൻ ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനെ എത്തിക്കുന്നു. അതുപോലെ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ കിതയ്ക്കുന്നവരുണ്ടാകും. ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾക്ക് ഇൻഹലേഷൻ ടെസ്റ്റ് വഴി സാധ്യമാകുന്നു. ഇനി ഇൻഹലേഷൻ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ശ്വാസത്തെ ഘട്ടം ഘട്ടമായി ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ബ്രീത്ത് ഔട്ട്. നിങ്ങൾ എങ്ങനെയാണോ ശ്വാസം പുറത്തേക്ക് വിടുന്നത് അതുപോലെ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ശ്വാസം അകത്തേക്ക് എടുക്കേണ്ടത് ഓരോ ഘട്ടം ഘട്ടമായി, അതായത് കട്ട് ചെയ്ത് വേണം നിങ്ങൾ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാൻ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ദെൻ ബ്രീത്ത് ഔട്ട്. ഘട്ടം ഘട്ടമായി, അതായത് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ദെൻ ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നത് മൂലം നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനെ എത്തിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലങ്സ് കപ്പാസിറ്റി കൂട്ടുന്നു. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹമ്മിങ് ടെസ്റ്റാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഭ്രമരി പ്രാണായാമ. ആ ഭ്രമരി പ്രാണായാമ പോലെ തന്നെയാണ് ഹമ്മിങ് ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ശ്വാസത്തെ അകത്തേക്ക് മൂക്കിലൂടെ എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നത് മൂളൽ ശബ്ദത്തോടു കൂടി, അതായത് ഹമ്മിങ് സൗണ്ടോടു കൂടിയാണ് ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നത്. നമ്മൾ അധ്യാപികമാരാണെങ്കിൽ കൂടുതൽ നേരം അവർക്ക് സംസാരിക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ നിർത്താതെ സംസാരിക്കുന്ന ജോലിയുള്ളവർ, അവർക്കെല്ലാം ഈ ടെസ്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഹമ്മിങ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ കൂടുതൽ നേരം സംസാരിക്കാനായിട്ട് സാധിക്കുന്നു. ഒരു കിതപ്പില്ലാതെ ലങ്സ് കപ്പാസിറ്റി കൂട്ടി സംസാരിക്കാൻ സാധിക്കുന്നു. കാരണം എന്തെന്നാൽ നമ്മൾ ഇവിടെ ശ്വാസം പുറത്ത് വിടുമ്പോൾ ശ്വാസത്തെ ശബ്ദമായി കൺവേർട്ട് ചെയ്താണ് ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ശ്വാസത്തെ മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുന്നു. ശബ്ദത്തോടു കൂടി, അതായത് മൂളൽ ശബ്ദത്തോടു കൂടിയാണ് നമ്മൾ ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നത്. ഇതാണ് ഹമ്മിങ് ടെസ്റ്റ്. അതുപോലെ അടുത്തത് കുംഭകം. ലങ്സ് കപ്പാസിറ്റി കൂടുവാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ കുംഭകം പ്രാക്ടീസ് ചെയ്യാം. കുംഭകം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസത്തെ എടുക്കുന്നു, ഉള്ളിൽ പിടിച്ചു നിർത്തുന്നു, ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നു, ശ്വാസം പുറത്ത് പിടിച്ചു നിർത്തുന്നു. നിങ്ങൾ എത്ര സെക്കൻഡ് കൊണ്ടാണോ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് അത്രയും സെക്കൻഡ് കൊണ്ട് ഉള്ളിൽ പിടിച്ചു നിർത്തുക, അത്രയും സെക്കൻഡ് കൊണ്ട് തന്നെ പുറത്തേക്ക് വിടുന്നു, പുറത്ത് ഹോൾഡ് ചെയ്യുന്നു. നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ 4 സെക്കൻഡ് കൊണ്ട് ശ്വാസത്തെ അകത്തേക്ക് എടുക്കുക, 4 സെക്കൻഡ് ഉള്ളിൽ പിടിച്ചു നിർത്തുക, 4 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുന്നു, 4 സെക്കൻഡ് പുറത്ത് പിടിച്ചു നിർത്തുന്നു. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 4 എന്നുള്ളത് 6, 10 അങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കുംഭക പ്രാണായാമ യോഗയിലേക്ക് കടന്നു വരുന്ന തുടക്കക്കാർക്ക് ആദ്യം തന്നെ കുംഭക പ്രാണായാമ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മറ്റ് പ്രാണായാമങ്ങളെല്ലാം അല്ലെങ്കിൽ മറ്റ് ബ്രീത്തിങ്സ് എല്ലാം ചെയ്ത് പതുക്കെയാണ് നമ്മൾ കുംഭകത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 3 ബ്രീത്തിങ് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഈ ബ്രീത്തിങ് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ലങ്സ് കപ്പാസിറ്റി കൂട്ടുവാൻ സാധിക്കും. ഓക്സിജൻ്റെ സപ്ലൈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുവാനും സാധിക്കുന്നു. നന്ദി.